ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മൾ ഇതിൽ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആളുകളുടെ കല്യാണം നടക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് കല്യാണം നടന്ന വിശേഷങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് പിന്നെ ഇപ്പോൾ അന്നൊക്കെ ഓരോരോ കല്യാണങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയും 2-3 വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ 83 വിവാഹങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡിഫറെൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്നുള്ള ഒരു ചാനൽ തുടങ്ങി അതിലിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇത്രത്തോളം കല്യാണങ്ങൾ നടക്കുന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങനെ ഓവറായിട്ട് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല. ഇനി ഇത് ആളുകൾ എങ്ങനെ ഏറ്റെടുക്കും, നെഗറ്റീവ്സ് വരുമോ, ആളുകൾ ഒരുപാട് എന്നെ ക്രൂശിക്കുമോ എന്നൊക്കെയുള്ള പേടി തന്നെയാണ്. കാരണം നിലവിൽ എൻ്റെ മുമ്പിൽ എനിക്ക് ഒരു പിന്നെ ഇവർ ചെയ്തിക്കല്ലോ അവർ ചെയ്തിക്കല്ലോ എന്ന് പറയാൻ ആരും ഇല്ലേനും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ആരും ഇല്ലായിരുന്നു. ഇങ്ങനെ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണിച്ചിട്ട് കല്യാണാലോചനകൾ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ആളുകൾ എടുക്കുക, ഇവൻ്റെ ഉദ്ദേശം, അങ്ങനെ കുറേ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര നെഗറ്റീവ് ഒന്നും വന്നിക്കില്ല. കുറേ ആളുകൾ പേഴ്സണലി എന്നെ കുറേ എന്തൊക്കെയോ പറഞ്ഞിക്കുന്നല്ലാതെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ പോയിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രത്തോളം കല്യാണം നടത്താൻ പറ്റിയത്. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് നല്ല രീതിയിൽ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരോടും അതിനുള്ള ഒരു നന്ദിയും പറയാണ്. നിങ്ങൾ ഓരോ ആളുകളും ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കല്യാണങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് നല്ല രീതിയിൽ ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് നല്ലോണം പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദി പറയട്ടെ. ഒരുപാട് നന്ദിയുള്ളവനാവണം ഞാൻ. കാരണം എൻ്റെ മാത്രം എഫേർട്ട് കൊണ്ടല്ല, ഇതൊക്കെ നിങ്ങളെ എല്ലാവരുടെയും കൂടെ എഫേർട്ട് കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരോടും. നമുക്കിനി ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. ഒരുപാട് മക്കളുടെ വിവാഹം എന്ന സ്വപ്നമായിട്ട് നടക്കുന്ന ഒരുപാട് മക്കളുടെ കല്യാണങ്ങൾ നമുക്ക് ഇനിയും നടത്തണം. കുറച്ച് പേരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം മരണപ്പെടുകയൊക്കെ ചെയ്തിട്ട് അവർക്കൊക്കെ എന്താ പറയുക, ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ട് പറയുകയാണ്, മരണശേഷമുള്ള അവരുടെ ജീവിതമൊക്കെ ഹയറാവട്ടെ, നല്ല രീതിയിലാവട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ എല്ലാ മതത്തിലുള്ള ആൾക്കാരുടെയും വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവാണ്. കാരണം എന്നെ വിളിക്കുന്നത് വളരെ ചുരുക്കമാണ്. ഇനിയും ആളുകൾ ഈ ചാനലിനെ പറ്റിയും ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. കാരണം ഇതിനൊരു താല്പര്യം കൂടെ വേണമല്ലോ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ ഒരാളെ കാണിക്കുകയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വധുവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതൊരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല. ഇനിയുള്ള കാലത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് പാർട്ട്ണറിനെ കണ്ടെത്താൻ. നമ്മളെ പ്ലസ്സും മൈനസൊക്കെ അറിഞ്ഞിട്ട് ഒരാൾ വരണം. നമ്മുടെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അവരുടെ മൊബൈലിൽ ഇങ്ങനെ അവരുടെ റൂമിലിരുന്ന് കാണുകയാണല്ലോ. അപ്പോൾ അതൊരു പെണ്ണ് കാണലാണ്. അപ്പോൾ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. അല്ലെങ്കിൽ അല്ലാതെ നമ്മളൊരു ഫോട്ടോ കണ്ട് ഒരു കല്യാണം നോക്കും പോലെയുള്ള ഒരു രീതിയല്ല. ഇതിന് നമുക്ക് പരിമിതികളില്ല. എവിടെയാണോ ആളുകളുള്ളത് അവർക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ ചില ആളുകൾ പരിധി നിശ്ചയിക്കും, നമുക്ക് ഇന്ന ജില്ലകൾ മതിയെന്ന്. മറ്റുള്ളവർ വരെ എവിടെയാണെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി. അപ്പോൾ ചിലപ്പോൾ വിദേശത്തുള്ള ആളുകൾ പോലും അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരാൾ നമുക്ക് എവിടെയാണെങ്കിലും കണ്ടെത്താം മലയാളികളെ. ഇതൊരു ഭയങ്കരമായൊരു, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാത് എത്ര വലിയൊരു സാധ്യതയാണിതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആളുകൾ മാത്രമല്ല, എല്ലാതെ ആളുകൾക്കും നമ്മൾ ഈ വീഡിയോ കല്യാണപരമായിട്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ എടുത്ത് കല്യാണം ചെയ്യുന്നുണ്ട്. അവരുടെ അത് ഭയങ്കര ഒരു പോസിറ്റീവാണത്. അതിന് നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്താഗതിയൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ് നമ്മൾ 2025 ഇതാ കടക്കാൻ പോവുക. അത്ര ഹൈടെക് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഒന്നും നമ്മൾ ഒരു വേറെ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു മാറ്റങ്ങളാണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് തൃശ്ശൂർ കേച്ചേരിയുള്ള ഷാഹിന എന്ന് പറഞ്ഞ മോളെ കല്യാണം നമ്മുടെ ചാനൽ വഴി നടന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഒരുപാട് സങ്കടമുണ്ട്. തീർച്ചയായിട്ടും എല്ലാം നല്ല രീതിയിൽ നടന്നു. അതിൻ്റെ ഫോട്ടോസും വീഡിയോ ഒക്കെ ഒരുപാട് കണ്ടു, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വർഷം നല്ല സന്തോഷമായിട്ട് അവർ രണ്ടുപേരും ഇണക്കുരുവികളായി ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരുടെ ചെറിയൊരു ഫോട്ടോ ഞാൻ ഇതിൽ കാണിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലെ കല്യാണമൊന്നും നടക്കൂല ഞങ്ങളെ മക്കൾക്ക് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് വിധി എഴുതരുത്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. ഇതിൽ വീഡിയോ എടുത്ത് 100% എല്ലാവരും കല്യാണം നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരു ശ്രമമാണ്. നമ്മൾ ശ്രമിച്ചിട്ട് അത് ഫലം കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഞാൻ ശ്രമിക്കുമെങ്കിലും ചെയ്തിക്കല്ലോ എന്നുള്ള ആശ്വസിക്കാം. നമ്മളൊന്നും ചെയ്യാണ്ട് കല്യാണം നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തർത്ഥമാണുള്ളത്? നമ്മൾ പകുതി ചെയ്യുക, ബാക്കി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നല്ല. നമ്മൾ ചെയ്യുക, നമ്മുടെ കാര്യം നമ്മളെ പകുതി നമ്മൾ ചെയ്യുക, അത്ര തന്നെ. എല്ലാവരും അങ്ങനെ നിങ്ങളെ അറിവിലും അങ്ങനെ എവിടെയെങ്കിലും ഡിഫറെൻ്റ് ലേബിൾഡായ മക്കളുണ്ടെങ്കിൽ
ഇതേപോലെ വീഡിയോപരമായിട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഒരാളോട് എന്നെപ്പറ്റി പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ പറയണം ഈ വീഡിയോ എടുത്തിട്ടാണ് കല്യാണം റെഡിയാക്കുന്നത് എന്നുള്ളത്. ഡിഫറെൻ്റ്ലി ഏബിൾഡായ മക്കളുടെ കല്യാണം നമുക്ക് വേറെ വഴികളില്ല എന്നാണ്, എനിക്ക് വേറെ വഴി അറിയില്ല, അല്ല മറ്റു വഴികളിലൂടെ ചെയ്യുന്നവരുണ്ടാവും, ഇപ്പോൾ പരിചയത്തിലൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് സാധ്യത എന്ന് പറയുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി എന്നുള്ളൊരു രീതി. അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്, എല്ലാത്തിനും പോസിറ്റീവ് മാത്രമല്ലല്ലോ, നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ നെഗറ്റീവാണ് അനാവശ്യമായിട്ട് കോളുകൾ വരിക എന്നുള്ളത്. പക്ഷേ അത് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആൾ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവേ ഉള്ളൂ. പുതിയ സിം എടുക്കുക, ആണുങ്ങൾ ഫോൺ ഡീൽ ചെയ്യുക, നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക, പറയുന്ന ആൾ അപ്പാട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, എല്ലാ കോളും റെക്കോർഡ് ചെയ്യുക, സംശയം തോന്നിയ വീഡിയോ കോളിൽ വരണമെന്ന് പറയുക, ആ വീഡിയോ കോളിൽ വരുന്ന വ്യക്തിനെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താടെ വെക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും അത്രയും പിന്നെ ഒന്നും അറിയാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ലല്ലോ ഈ നമ്മൾ വിളിക്കുന്നവരൊക്കെ. കാരണം അവർ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ജോലിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇത്തരം ടിപ്സൊക്കെ നമ്മൾ പാലിച്ചാൽ നമുക്ക് എന്തെങ്കിലും റോങ് ഉണ്ട് ഫോട്ടോ കാണിച്ചൊരു കേസ് വരെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ക്ലവറായിട്ട് നമ്മൾ ഡീൽ ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ ക്ലവർ നമുക്ക് അത്ര ക്ലവർ ഇല്ലെങ്കിൽ അത് അറിയുന്ന ഒരാളെ എടുത്ത് ഫോണും സിമ്മും ഏൽപ്പിക്കുക, ഒരാഴ്ച നല്ലോണം കഷ്ടപ്പെടുക എന്നുള്ളത്. അങ്ങനെ കഷ്ടപ്പെട്ടവരതാണ് ഇപ്പോൾ കല്യാണം നടന്നത്. കല്യാണം വീഡിയോ എടുത്തിട്ട് വരുമ്പം കോളും കൊടുക്കൂല, പിന്നെ ഫോൺ എടുക്കുന്ന ആൾക്ക് ഈ കല്യാണം നടക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവരൊന്നും ഇതുവരെ നടന്നിട്ടുമില്ല. അതാണ് നമ്മളിതിൽ കല്യാണം വീഡിയോ ഇട്ടിട്ട് ഒരുപാടായിട്ട് കല്യാണം നടക്കാത്തതിന് രണ്ട് സാധ്യതകളാണ്. ഒന്ന് അവർക്ക് ആലോചന വെറൈറ്റി ആയിരിക്കാം, മറ്റത് കോള് മര്യാദയ്ക്ക് എടുക്കാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ, ഇനിയും കുറേ വിവാഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കല്യാണമായി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരോടും ചോദിക്കൂ, കല്യാണം നടന്നു എന്നുള്ള സന്തോഷം നമ്മളൊന്ന് വീഡിയോയിൽ പറഞ്ഞോട്ടെ എന്ന്. അപ്പോൾ ചിലർ പറയും അത് അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഫോട്ടോ കാണിച്ചോട്ടെ എന്ന് ചോദിക്കും. അവർ ഇഷ്ടമില്ല എന്ന് പറഞ്ഞെങ്കിൽ എന്ന് പറയും. അപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടലാണ്. അതുകൊണ്ടാണ് നിങ്ങളോടത് പറയാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ അതൊന്നും വിചാരിക്കരുത്, നമുക്ക് കല്യാണം നടന്നാൽ പോലെ അല്ലേ. പിന്നെ അവരുടെ ജീവിതത്തിൽ നമുക്ക് താല്പര്യമുള്ളവരത് ഇതിൽ അറിയിക്കാം. ചിലതൊക്കെ വന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആളുകൾ വിചാരിക്കും കല്യാണങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അങ്ങനെ വിചാരിക്കേണ്ട, നടക്കുന്നുണ്ട് നിങ്ങളെ അറിയിക്കുമ്പോഴാണല്ലോ പുതിയ പുതിയ ആൾക്കാർ വിളിക്കുകയുള്ളൂ, അവരുടെ കല്യാണം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കൂടുതലായിട്ടൊന്നും ഇല്ല. എത്രയും പെട്ടെന്ന് എല്ലാവരും കല്യാണം നടന്ന് ഹാപ്പിയായി ജീവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഷൈനക്കും അവളുടെ ഹസ്ബൻഡിനും വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം കേട്ടോ. അവരുടെ നല്ല ഹാപ്പി ലൈഫാകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓക്കെ ഫ്രണ്ട്സ്.